അപ്പൊ ഇതിട്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാവോ? എന്റെ ക്യാരക്ടർ ഇതില് ബിനു എന്നാണ് ക്യാരക്ടർ. ഈ ട്യൂട്ടോറിയലിൽ ഉള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് പ്രധാനമായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെല്ലാരും പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ആളുകളാണ്. എന്താ പറയാ, എൻജോയ് ചെയ്യണം എന്നുള്ളതിൽ മാത്രം നടക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെയാണ് അതിന് പറ്റിയ അധ്യാപകരുമാണ് ഞങ്ങൾക്ക്. ആ ട്യൂട്ടോറിയൽ നടത്തുന്നത് നിർമ്മൽ പാരായി, നമ്മൾ സുധീഷ് ചേട്ടൻ, ഇവരൊക്കെയാണ് ട്യൂട്ടോറിയൽ നടത്തിയത്. അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഞങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ടായിരുന്നു. പക്ഷെ അവരെ അടുത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത്ര ഹാപ്പി ആയിരുന്നു. ഒരു 28 ദിവസത്തോളം ഉണ്ടായിരുന്ന ഷൂട്ടിങ് കാര്യങ്ങളായിട്ട് വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് എന്ത് ചെയ്തത് ഞങ്ങൾ പോയത്. ഞങ്ങളെല്ലാരും പോയത്. നിങ്ങളുടെ ക്യാരക്ടർ ഒക്കെ സുഫിയ. എന്റെ ഉമ്മ കൊണ്ടാക്കാണ് പഠിക്കാൻ. പിന്നെ എന്റെ ഒരു പാർട്ട്ണർ, അവിടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, കോ ആക്ടർ. അപ്പം അവിടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ആണ്, ഒരു ചെറു മിനി ലവ് സ്റ്റോറിയാണ്. ഒരു ക്യൂട്ട് ആൻഡ് ഫണ്ണി കുറെ മിസ്റ്റീവ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റോറി. ക്യാരക്ടർ ബിൽഡ് ആയിക്കൊണ്ട് പോകുന്നതാണ്. അപ്പൊ എനിക്ക് എൻട്രി ആദ്യമില്ല, പിന്നെയാണ് ക്യാരക്ടർ ബിൽഡ് ആവുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുന്നത് ലേഖ ഫ്രാൻസിസ് എന്നാണ്. ഒരു ചെറിയ റോളാണ്, സ്റ്റുഡന്റ് ആണ്. അങ്ങനെ ട്യൂട്ടോറിയൽസിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് തന്നെ. അപ്പൊ 3 പേര് സ്റ്റുഡന്റ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ ഈ റിയൽ ലൈഫ് സ്റ്റുഡന്റ് ലൈഫും ഈ സിനിമയിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഡിഫറൻസ് തോന്നുന്നുണ്ട്. അത് ഇവിടെ ഉഴപ്പും റിയൽ ലൈഫ് പഠിപ്പിച്ച് അങ്ങനെയായിരുന്നു. ഇവിടുത്തെ സാർമാരെക്കാട്ടിലും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് സിനിമയിലെ സാർമാർക്ക്. കാരണം ഭയങ്കര ഫണ്ണി ആയിട്ടും എന്നാ സ്ട്രിക്റ്റ് ആയിട്ടും ഒരു മണ്ടന്മാര് രീതി അങ്ങനെ. ശരി, അങ്ങനത്തെ സാർമാർ എന്തായാലും നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. നിങ്ങൾക്കോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ശരിക്കും നമ്മുടെ സ്കൂൾ ലൈഫ് ഓർത്തോ, ലൈക് കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ ഓർമ്മ വന്നതാണ്? പണിഷ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ സ്കൂളിലൊക്കെ ഫോളോ പണ്ട് കേട്ടിട്ടുള്ളൂ ഈ ട്യൂട്ടോറിയൽസ് എന്നൊക്കെ. നമ്മള് എന്താ പറയാ, പഴയ സിനിമയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഈ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിങ് സെന്ററുകളായിരുന്നു. പക്ഷെ ട്യൂട്ടോറിയൽസ് എന്ത് ചെയ്ത് ബാക്കോട്ട് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സ്റ്റോറി വലിയ ഭയങ്കര സ്റ്റോറി എന്നുള്ളതല്ല, പക്ഷെ ആ പടത്തിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠനം കൂടുതൽ കളി, അങ്ങനത്തെ ആ രീതിയിലാണ് ആ പടം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയിൽ വന്നിരിക്കലല്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ നല്ലൊരു മൂവി ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ഉറപ്പാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ വാഴയാണെങ്കിലും ഇങ്ങനെ കുറെ സ്റ്റുഡൻസ് ലൈഫും അങ്ങനെയൊക്കെയല്ലേ പോകണം. അപ്പൊ അതേപോലെ നമ്മുടെ കുറെ എന്റർടൈൻമെന്റ്, കോമഡി അങ്ങനത്തെ കുറെ എലമെന്റ്സ് നമ്മുടെ ഈ സിനിമയിൽ ഉണ്ട്. കുറെ കോമഡീസ് ഒക്കെ കാണാൻ പറ്റും. അതെ, ഇപ്പത്തെ ഓഡിയൻസിനും എന്റർടൈൻമെന്റ് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മുടെ ഈ സിനിമയിലും ഭയങ്കര ഒരു മാസ് എന്റർടൈൻമെന്റ് ആകുമോ? അങ്ങനൊന്നുമില്ല, മാസ് എന്റർടൈൻമെന്റ് രീതിയിലൊന്നും ഇല്ല. ഇത് കോമഡി ട്രാക്കിലൂടെ പോകുന്ന ഒരു സിനിമ അല്ലേ? ഓക്കെ.